ഇപ്പൊ ചെന്നി അവരായിട്ട് അടിയുണ്ടാക്കിയ കേസി പോലീസാണെ ചോദ്യം ചെയ്യാൻ വേണ്ടി സ്റ്റേഷനിലേക്ക് വിളിച്ചോണ്ടുപോകും. അങ്ങനെ ഇവനെ ചോദ്യം ചെയ്യുന്ന മറ്റേ ഇൻസ്പെക്ടറാണ്. കാരണം ഇവനൊരു തെറ്റും ചെയ്ത് കാണത്തില്ലെന്ന് അങ്ങേർക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങേര് കാര്യമൊക്കെ ഈസിയാക്കി തരുമ്പം ഇവിടെ മാജിങ് ഇപ്പോഴായിരിക്കും അങ്ങേര് ആദ്യമായിട്ട് കാണാൻ വരുന്നത്. അതായത് ഇവളിവിടുന്ന് പഠിക്കാൻ പോയതിനു ശേഷം ഇവർ തമ്മിൽ പിന്നീട് കണ്ടു കാണത്തില്ല. അങ്ങനെ അതുകൊണ്ട് ഇവർ തമ്മിൽ സംസാരിക്കുമ്പോൾ തന്നെ അങ്ങേരാണ് കമ്പനിയിൽ കണക്ക് നോക്കുന്ന പരിപാടിയും ഇത്രയ്ക്ക് ഡേഞ്ചർ ആണെന്ന് ചോദിക്കുമ്പം അവളാണ് സാധാരണ ഡേഞ്ചർ ഒന്നുമില്ല, ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം വന്നെന്ന് പറയും. അതിനുശേഷം വീട്ടിലേക്ക് വന്നതിന് ശേഷം ചെന്നിയാണ് അവളോട് ഇതെന്തൊരു ജോലിയാന്ന് പറഞ്ഞ് ഇത് ഭയങ്കര റിസ്ക് ആണെന്ന് പറയും. അതുകൊണ്ട് ഇവൾക്ക് ഈ ജോലി കളഞ്ഞിട്ട് വേറെ നോക്കിക്കൂടാൻ ചോദിക്കുമ്പം അവളാണ് ഇങ്ങനെയൊന്നും സാധാരണ നടക്കാറില്ലെന്ന് പറഞ്ഞ് അവളെ കൊണ്ട് ഈ ജോലിയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് പറയും. അപ്പോഴാണ് അവൻ അവളോർത്ത് വിഷമിച്ചിട്ട് ഈ ലോകത്ത് എത്ര ജോലി ഉണ്ടായിട്ടും ഇവൾക്ക് എന്തുകൊണ്ടാ ഇത്ര റിസ്ക് ആയിട്ടുള്ള ജോലി തന്നെ വേണമെന്ന് പറഞ്ഞ് ആ വീണ്ടും വീണ്ടും ചോദിക്കുമ്പം ഇവളാണ് അവളെ കൊണ്ട് ആ ജോലിയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് പറയും. കൂടാതെ കമ്പനിയുടെ കണക്ക് നോക്കുന്നതൊന്നും അത്ര ഡേഞ്ചർ ആയിട്ടുള്ള കാര്യം എന്നല്ലെന്ന് പറഞ്ഞ് അവൾ കൂളായിട്ട് പറയുമ്പം അവനും പെട്ടെന്ന് ദേഷ്യത്തി എങ്കിൽ പിന്നെ നിന്നെ കൊണ്ട് നോക്കിക്കോളാൻ പറ്റുമെങ്കിൽ ഇന്നെന്തിന് അവന്മാരെ കണ്ട് അങ്ങനെ പേടിച്ചോടിയ ഒരു പക്ഷെ ഞാൻ അവിടെ വന്നില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കായിരുന്നു എന്നിന് അവന് ചോദിക്കുമ്പം ഇത് കേട്ട് അവളും തിരിച്ച് കലിപ്പിച്ച് ചെന്നി അപ്പൊ നീ ആ സംഘിന്റെ കൂടെ ഡിസ്ട്രിക്ട് 7 വർക്ക് ചെയ്തയോ, അത് ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമൊന്നുമില്ലേ എന്നിന് അവൾ ചോദിക്കുമ്പോഴാണ് അവനും രണ്ടവരുടെ ജീവിതം ഒന്നല്ലെന്ന് പറഞ്ഞിട്ട് ഇവളെ കൊണ്ട് ഒരു നല്ല ജീവിതം ജീവിക്കാൻ പറ്റുമെന്ന് പറയും. അതുകൊണ്ട് അവനോർത്ത് വിഷമിക്കേണ്ടെന്ന് പറയുമ്പം അവളാണ് ഇത് കേട്ട് പുച്ഛിച്ച് എന്തോ പറയുന്നത്, എനിക്ക് രക്ഷപ്പെടാൻ പറ്റും പക്ഷെ നിനക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ലെന്നോ, ഒരു പക്ഷെ നിനക്ക് പേടിയാണോ, നീ എന്നെ സേഫ് ആക്കാൻ നോക്കുവാണെന്നാണ് വിചാരിക്കുന്നത്, പക്ഷെ നീ എന്നെ സേഫ് ആക്കുമെന്ന് പറഞ്ഞ് എന്റെ ഇഷ്ടങ്ങളെല്ലാം തള്ളിക്കളയോ, ഞാൻ അറിയാതെ എന്റെ കോളേജിന് അഡ്മിഷൻ മാറ്റുന്നതും എന്നെ ഇവിടെ ഫോഴ്സ് ചെയ്യുന്ന പറഞ്ഞേക്കുന്നതും ഇതൊക്കെയാണ് നീ ഉദ്ദേശിച്ച സേഫ്റ്റി എന്നിന് അവൾ ചോദിക്കുമ്പോഴാണ് അവനും ഇവൾ ഇവിടെ തന്നെ കടന്ന് പെട്ടുപോകാതെ പുറത്തേക്ക് ചെന്ന് സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടി പറയും. അങ്ങനെ അതിനു വേണ്ടി അവൻ ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പം അവളും എങ്കിൽ പിന്നെ അവൾ സന്തോഷമായിട്ട് ജീവിക്കുമ്പോൾ ഇവൻ ഇവിടെ തന്നെ ഇരുന്ന് കഷ്ടപ്പെടണമെന്ന് പറഞ്ഞ് ഇവനെ കുറിച്ച് ഒരു സെക്കൻഡ് പോലും ആലോചിച്ചിട്ടില്ലെന്ന് ചോദിക്കും. അങ്ങനെ ഇവൻ എന്തോ മനുഷ്യനല്ലെന്ന് പറഞ്ഞ് ഇവൻ കാണിക്കുന്ന സ്നേഹം പോലെ തന്നെ അവളും കാണിക്കുന്നതെന്ന് പറഞ്ഞ് ഇവനെ വിട്ടിട്ട് പോകാൻ അവൾക്ക് മനസ്സിലെന്ന് പറയുമ്പോൾ അവന്റെ ജീവിതം ഇപ്പൊ നശിച്ചുപോയി കിടക്കുക. അതുകൊണ്ട് ഇവനെ കൊണ്ട് ഇനി ബെറ്റർ ആയിട്ടുള്ള ജീവിതം ജീവിക്കാൻ പറ്റത്തില്ലെന്ന് ഇവളെ പറഞ്ഞയക്കാൻ വേണ്ടി നോക്കും. അപ്പോഴാണ് അവളും എങ്കിൽ പിന്നെ ഇവനെ കൊണ്ട് എന്തോ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞ് ഒരു പക്ഷേ ഇവളെ കിസ് ചെയ്യാൻ പറഞ്ഞ അവൻ അതിനെങ്കിലും ധൈര്യം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് അവനാണ് അവളെ അടുപ്പിച്ചിട്ട് കിസ് ചെയ്യും. അതിനുശേഷം വഴക്കൂടിയ രണ്ടുപേരും കൂടെ മൊത്തത്തിൽ സൈലന്റ് ആയിട്ട് തിരിച്ച് വീട്ടിലേക്ക് ചെല്ലും. എന്നിട്ട് അടുത്ത ദിവസം ഇവരൊരുമിച്ച് ക്ലബിലേക്ക് ചെല്ലുമ്പോഴാണ് അവിടേക്ക് മറ്റേ ഇൻസ്പെക്ടർ ഇവരെ കാണാൻ വേണ്ടിയിരുന്നത്. കാരണം ചെന്നൈയെ വിളിച്ചോണ്ട് കൗൺസിലിങ്ങിന് പോകാനുണ്ട്. അതുകൊണ്ട് തന്നെ അവരായിട്ട് സംസാരിച്ചിട്ട് വേറൊരു കാര്യമായിട്ട് ചെന്നൈയെ വിളിച്ചോണ്ടോ എന്നറിഞ്ഞ് അവനെ വിളിച്ചോണ്ട് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ മാജിങ്ങിനാണ് ചെറിയ സംശയമൊക്കെ വരും. അതിനുശേഷം രാത്രി വരെ അവന് കൗൺസിലിംഗ് കൊടുത്തോണ്ടിരിക്കുമ്പോൾ ഇവനാണ് ആ മറക്കാൻ പറ്റാത്ത 2 വർഷം ഇവന്റെ ഓർമ്മ വന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ അതൊക്കെ ആലോചിക്കും ഇവനൊരു പേടി കാണും. അങ്ങനെ അതുകൊണ്ട് അവിടെ കുറെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ഇവൻ വരാൻ ലേറ്റ് ആയതുകൊണ്ട് മാജിൻ തന്നെ നേരിട്ട് അവനെ വിളിക്കാൻ വേണ്ടി ചെല്ലും. അപ്പോഴാണ് അവൻ കൗൺസിലിംഗ് റൂമിൽ ഉള്ള കാര്യം ഇവൾ അറിയാൻ വരും. അതുകൊണ്ട് തന്നെ അങ്ങേരോട് എന്തോ സംഭവം എന്നറിഞ്ഞ് ചോദിച്ചു മനസ്സിലാക്കാൻ നോക്കുമ്പം അദ്ദേഹവും ഈ കാര്യം ചെന്നി പറയുന്നവരെ അയാളും പറയത്തില്ലെന്ന് പറഞ്ഞ് അവന് കുറച്ച് സമയം കൊടുക്കാൻ വേണ്ടി പറയും. കാരണം അവന്റെ ജീവിതത്തിൽ എന്തൊക്കെയോ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്, അത് അവനൊരു വേദനയായിട്ട് മാറി അവനെ കൊണ്ട് മറക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അതിനുവേണ്ടിയാണ് ഇങ്ങനെ വിളിച്ചോണ്ടെന്ന് കൗൺസിലിംഗ് കൊടുക്കുന്നത്. അതിനുശേഷം അടുത്ത ദിവസം മാജിയും ചെന്നിയെ വിളിച്ചോണ്ട് ഒരു നാടകം കാണാൻ വേണ്ടി ചെല്ലുമ്പം അവിടേക്കാണ് ഇവളുടെ ബോസിനെ കണ്ടുമുട്ടും. അങ്ങനെ ഇവന്റെ പേര് സെന്യെ, നമ്മൾ മുമ്പേ പരിചയപ്പെട്ടായിരുന്നു. പക്ഷെ ചെന്നി ഇപ്പോഴാണ് പരിചയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ മറ്റവനാണ് ഇവനെ കണ്ടിട്ട് ഇതാണോ ചേട്ടൻ എന്ന് ചോദിക്കുമ്പോൾ ചെന്നിയും കുറച്ച് അസൂയപ്പെട്ട് ചേട്ടനൊക്കെയാ പക്ഷെ സ്വന്തം ചേട്ടനില്ലെന്ന് പറയും. അതായത് ബോയ് ഫ്രണ്ട് ആകാനും ചാൻസ് ഉണ്ടെന്നാണ് അവന് മനസ്സിലാക്കി കൊടുക്കുന്നത്. അങ്ങനെ അതുകൊണ്ട് തന്നെ മാജിങ്ങും മറ്റവനോട് ഇവൻ എവിടെ താമസിക്കുന്നു ചോദിക്കുമ്പോൾ അവനിവിടെ ഹോട്ടലിൽ താമസിക്കാമെന്ന് പറഞ്ഞ് കൂടെ ജോലി നേരൊക്കെ അവിടെ തന്നെ ഉണ്ടെന്ന് പറയും. അതുകൊണ്ട് അവൻ ചുമ്മാ വന്നയാ ഇപ്പൊ തിരിച്ചു പോകാന്ന് പറയുമ്പോൾ തന്നെ അവളാണ് എങ്കിൽ പിന്നെ ഇവനെ ചെന്ന് ഡ്രോപ്പ് ചെയ്യാന്ന് പറയും. അപ്പോഴാണ് ചെന്നിയും അതെ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവനെയും വിളിച്ചോണ്ട് പോകുമ്പോൾ മാജിങ് പുറകെ ചെന്നിരിക്കുമെന്ന് കണ്ട് ഇവനാണ് അവളെ വിളിച്ച് ഫ്രണ്ടിൽ ചെന്നിരിക്കാൻ പറയും. കാരണം ഇവർ തമ്മിൽ അങ്ങനെ ഒരുമിച്ചിരിക്കേണ്ടെന്ന് അവൻ വിചാരിക്കുന്നത്. അതിനുശേഷം അവന്റെ ഹോട്ടൽ എത്തിയ ഉടനെ അവന് മാജിങ്ങിനെ അവന്റെ റൂമിലേക്ക് വിളിക്കുമ്പം ഇത് കണ്ട് ചെന്നിയും ദേഷ്യത്തി ഈ സമയത്ത് എന്തിനാ അവളെ വിളിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും ബിസിനസ് ആയിട്ട് കുറച്ച് സംസാരിക്കണമെന്ന് പറയുമ്പം മാജിങ് അപ്പം തന്നെ അവൻ്റെ കൂടെ പോകാൻ വേണ്ടി ഇറങ്ങും. അപ്പോഴാണ് ഇത് കണ്ട് ചെന്നി ടെൻഷനായി ഈ പാതിരാത്രിക്ക് എന്ത് ബിസിനസ് ഉള്ളതെന്ന് പറഞ്ഞ് മര്യാദയ്ക്ക് അവൻ്റെ കൂടെ വീട്ടിൽ വരാൻ പറയുമ്പം അവളാണ് ബിസിനസ് ആയിട്ട് ഇവൾക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് അവന് ബായ് പറഞ്ഞിട്ട് അങ്ങ് പോകും. പക്ഷെ ഇവിടെ ചെന്നിക്കാണ് സമാധാനം ഇല്ലാതെ അവൻ അവളെ വരുന്നവരെ പുറത്തന്നെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് അവനും സമാധാനം ഇല്ലാതെ അവന്റെ റൂം നമ്പർ കണ്ടെത്തി നേരിട്ട് അവിടെ തന്നെ ചെല്ലും. അതിനുശേഷം അവനും മാജിങ് എന്ന് പറഞ്ഞ് തിരക്കുമ്പം അവളാണ് പുറത്തേക്ക് വന്നിട്ട് ഇവനെന്തിനും ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കും. അപ്പോഴാണ് ചെന്നിയും കിടന്നുറങ്ങാൻ സമയമായി ഇനി എന്തോ ബിസിനസ് എന്ന് പറഞ്ഞ് അവളെയും വിളിച്ചോണ്ട് വീട്ടിലേക്ക് പോകുമ്പോൾ ഇതൊക്കെ കണ്ട് ചെന്നൈക്കാണ് ചിരി വന്നോണ്ടിരിക്കും. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം ജോലി കഴിഞ്ഞിട്ട് മാജിനെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി ചെന്നി അവിടെ ചെല്ലും. അപ്പോഴാണ് അതേസമയം അവളുടെ കൂടെ ഒരുമിച്ചിരുന്ന സെന്നയാണ് അവൻ ഇവിടേക്ക് വന്നോണ്ട് ഇന്ന് മാജിനെ വിളിച്ചോണ്ട് പുറത്ത് ഡിന്നറിന് പോകുന്ന പറയും. അപ്പോഴാണ് ഇത് കേട്ട് ചെന്നിയും
എങ്കിൽ പിന്നെ ഗസ്റ്റ് ആയിട്ട് വന്ന നീയല്ലേ, അതുകൊണ്ട് ഞങ്ങൾ ചെലവയാന്ന് പറഞ്ഞ് ചെന്നിയുടെ ചെലവിന് ഇപ്പൊ ഇവ രണ്ടുപേരും ഒരുമിച്ച് വിളിച്ചോണ്ടുപോകും. അങ്ങനെ അതിനുശേഷം ഇവരൊക്കെ ഒരുമിച്ച് ഇന്ന് കഴിക്കുമ്പോഴാണ് മാജിങ്ങിനെ കുറിച്ച് ചെന്നി നല്ലോണം മനസ്സിലാക്കി വെച്ചേക്കുന്നുണ്ട്. അവൻ ഇവർ തമ്മിൽ ഇത്രയ്ക്കും ക്ലോസ് ആന്ന് ഇതുവരെ മാജിയും പറഞ്ഞിട്ടില്ലെന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട് ചെന്നിയും അതെന്തുവാ കമ്പനി ചേരുമ്പോ ഫാമിലിയെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറയണമെന്നുണ്ടോന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇത് കേട്ട് അവനും ഒരു ബോസ് ആയതുകൊണ്ട് അവളിങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷെ അതിനേക്കാളും മുമ്പേ അവൻ മാജിങ്ങിന്റെ എക്സ് ബോയ് ഫ്രണ്ട് ആയിരുന്നു പറയും. അങ്ങനെ ഇത് കേട്ട് മാജിയും പെട്ടെന്ന് ഷോക്കാകുമ്പം ചെന്നിയാണ് ഇവൾക്ക് എക്സ് ഒക്കെ ഉണ്ടോന്ന് പറഞ്ഞ് അവന് വിശ്വസിക്കാനൊക്കത്തില്ല. അപ്പോഴാണ് മറ്റവൻ അതോടെ നിർത്താതെ എക്സ് ബോയ് ഫ്രണ്ട് ആയിട്ടും ഇപ്പൊ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഇവളുടെ മുമ്പത്തെ എക്സിനെ പോലെ കോണ്ടാക്ട് ഒന്നും കാണത്തില്ലായിരിക്കും പറയും. അങ്ങനെ ഇതോടെ ചെന്നി വീണ്ടും ഷോക്കായിട്ട് ഇവനേക്കാളും മുമ്പ് വേറൊരു എക്സ് ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞ് അവളോട് ചോദിക്കുമ്പോൾ തന്നെ അവള് മിണ്ടാതെ രണ്ടുപേരും കഴിക്കാൻ പറയും. അതിനേശം വീട്ടിലേക്ക് വരുന്ന വഴിക്ക് അവനും ഇവളോടൊന്നും മിണ്ടാതും പറയാതെ വന്നോണ്ടിരിക്കുമ്പോൾ അവന്റെ ആറ്റിറ്റ്യൂഡ് ഇല്ലാതാക്കാൻ വേണ്ടി പെട്ടെന്ന് തെന്നിയടിച്ച് വീഴാൻ പോകും. അങ്ങനെ ഇത് കണ്ട് അവള് പറയുന്ന ചിരിക്കുമ്പോൾ ഇവന് ചിരിക്കുന്ന എന്തിനാന്ന് പറഞ്ഞ് ഇവർ തമ്മിലൊക്കെ ഭയങ്കര ബന്ധമാണെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും വീട്ടിൽ എത്തുന്നവരെ നീ എന്നോടൊന്നും സംസാരിക്കത്തില്ലെന്ന് വിചാരിച്ചത്, പക്ഷെ നിനക്ക് എന്റെ എക്സ് ബോയ് ഫ്രണ്ട് ആലോചിച്ച് കുറച്ച് അസിയുണ്ടെന്ന് തോന്നുന്നില്ല എന്ന് അവൾ ചോദിക്കുമ്പോൾ അവനും എന്തായാലും എക്സ് അല്ലേ, അതിനെക്കുറിച്ച് അവൻ മൈൻഡ് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് അവൻ വീട്ടിലേക്ക് കയറി പോകും. അതിനുശേഷം അടുത്ത ദിവസമാണ് ചെന്നിയുടെ കൂട്ടുകാരൻ അവന്റെ ഗേൾഫ്രണ്ടിനെ കല്യാണം കഴിച്ച് ജീവിക്കാൻ വേണ്ടി അവൻ പുതിയ വീട്ടിലേക്ക് ഷിഫ്റ്റ് ആകും. പക്ഷെ ഇതറിയാൻ വരുന്ന അവളുടെ അച്ഛനമ്മയും കൂടെ ഇവരുടെ കല്യാണത്തിന് സമ്മതിക്കത്തില്ലെന്ന് പറയുമ്പോൾ അവനും നല്ല രീതിക്ക് ജോലി ചെയ്ത് അവൻ നല്ലോണം നോക്കിക്കോളെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അവർക്കാണ് ഇവനോട് വിശ്വാസം വരത്തില്ല. അപ്പോഴാണ് ഇത് മനസ്സിലാക്കുന്ന ചെന്നിയാണ് നേരെ അവിടെ ചെന്നിട്ട് ബോസ് എന്തോ പെട്ടെന്ന് വീടൊക്കെ മാറിയെന്ന് പറഞ്ഞ് അവൻ സംസാരിക്കാൻ തുടങ്ങും. അങ്ങനെ ഇത് കേട്ട് അവളുടെ അച്ഛനമ്മയും കൂടെ ഇവൻ എന്തിനാ ബോസ് എന്ന് പറഞ്ഞ് വിളിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ചെന്നിയും ഇവനാ മറ്റേ ക്ലബിന്റെ ബോസ് എന്ന് പറയും. അങ്ങനെ ആ കാര്യം ബോസ് ഇവരോട് പറഞ്ഞില്ലെന്ന് അവനൊരു ആക്ടിങ് ചെയ്യുമ്പോൾ തന്നെ അവളുടെ അച്ഛനമ്മയും കൂടെ മൊത്തത്തിൽ വിശ്വസിച്ചിട്ട് ഇവന് സ്വന്തമായിട്ട് ക്ലബ്ബൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അവർ ഷോക്കായി പോകും. അങ്ങനെ അതുകൊണ്ട് തന്നെ കൂട്ടുകാരനും ചെന്നിയുടെ ക്ലബ്ബ് എന്തിനാ ഇവന്റെ ക്ലബ്ബായിട്ട് പറയുന്നതെന്ന് പറഞ്ഞ് അവനൊരു പിടിയും കിട്ടത്തില്ല. അതിനേശം ചെന്നി ഇവനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ആ ക്ലബ്ബിൽ ചെന്ന് ഇവരെ കാണിച്ചു കൊടുക്കുന്ന പറഞ്ഞ് നേരെ അവിടെ പറഞ്ഞേക്കും. അങ്ങനെ അവരടുത്ത സ്ഥലമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചെന്നി നേരെ അവന്റെ ഓഫീസിലേക്ക് ചെന്നിട്ട് അവന്റെ കൂട്ടുകാരന്റെയും അവളുടെ ഒരുമിച്ചുള്ള ഒരു ഫോട്ടോ എടുത്ത് ആ ടേബിളിനകത്ത് വെച്ചിട്ട് അങ്ങ് വരും. അങ്ങനെ അതിനുശേഷം അവന്റെ മറ്റേ കൂട്ടുകാരനും ചെന്നിയല്ലേ ബോസും സംസാരിക്കാൻ വരുമ്പം ചെന്നി ഇടയിൽ കയറി തറഞ്ഞിട്ട് ആദ്യം നീ ചെന്ന് നിന്റെ ഓഫീസ് കാണിക്കുന്ന പറഞ്ഞ് മറ്റവനെ പറഞ്ഞേക്കും. അങ്ങനെ അവിടെ ചെന്ന് നോക്കുമ്പോഴാണ് ഇവിടെ അവരുടെ മകളുടെ കൂടെ ഉള്ള ഒരു ഫോട്ടോയെ കണ്ടിട്ട് ഇവന് സ്വന്തമായിട്ട് ഒരു ക്ലബ്ബ് ഉണ്ടായിട്ട് എന്താ പറയാത്തെന്ന് പറഞ്ഞ് അവർക്ക് കൊച്ചുള്ളതെന്ന് പറഞ്ഞ് വിശ്വസിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ കൂട്ടുകാരനും ആ ഒരു ഫ്ലോയിൽ തന്നെ പോയി ഇവരോട് സംസാരിക്കുമ്പോൾ തന്നെ ഇവനൊരു നല്ല ജോലിയെ കൊണ്ടെന്ന് വിചാരിച്ച് ഇവരുടെ കല്യാണത്തിന് സമ്മതം കൊടുക്കും. അങ്ങനെ അതുകൊണ്ട് അവരെ അവിടെ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ പിന്നീട് അവരെ പറഞ്ഞതിന് ശേഷം കൂട്ടുകാരൻ ചെന്നി ഓടിയെന്ന് ഹഗ് ചെയ്ത് അവന് സഹായിച്ചതിന് താങ്ക്സ് പറയും. കാരണം ഇവൻ കാരണമാണ് ഇപ്പൊ അവളുടെ വീട്ടിൽ കല്യാണത്തിന് സമ്മതിച്ചത്. അതിനുശേഷം ചെന്നിയും ഈ സ്ഥലത്തിന്റെ അഗ്രിമെന്റ് എല്ലാം കൊടുത്തിട്ട് ഇനി തൊട്ട് ഇത് ഇവന്റെ ക്ലബ്ബാന്ന് പറയുമ്പോൾ അവനാണ് ചുമ്മാ ആക്ടിങ് ചെയ്തല്ലേ ഇപ്പൊ സത്യത്തിൽ എന്തോ ക്ലബ്ബ് എന്റെ പേര് മാറ്റാൻ നോക്കുവാണെന്ന് ചോദിക്കും. അപ്പോഴാണ് ചെന്നിയും ആക്ടിങ് ഒന്നുമില്ല, ആദ്യം തൊട്ട് ഇവന്മാർക്കൊക്കെ വേണ്ടിയ ഈ ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തെന്ന് പറയും. അതുകൊണ്ട് ഇനി തൊട്ട് ഇവനാ നോക്കേണ്ടതെന്ന് പറഞ്ഞ് അവന്റെ പേരിലേക്കെല്ലാം മാറ്റാൻ പോകുമ്പോൾ കൂട്ടുകാരന് അതൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ഇവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കാരണം ഉണ്ടായതല്ലെന്ന് പറയും. അതുകൊണ്ട് അവൻ എങ്ങനെ ഫ്രീ ആയിട്ടൊന്നും വാങ്ങിക്കത്തില്ലെന്ന് പറയുമ്പോൾ ചെന്നിയെ സമ്മതിക്കാൻ വേണ്ടി എങ്കിൽ പിന്നെ ഒരു കടവായിട്ട് കൂട്ടിക്കോന്ന് പറഞ്ഞിട്ട് അവൻ പറഞ്ഞ വാക്ക് കേൾക്കത്തില്ലെന്ന് പറഞ്ഞ് അവസാനം കൂട്ടുകാരനെ സമ്മതിപ്പിക്കും. അങ്ങനെ അതുകൊണ്ട് തന്നെ അപ്പം തന്നെ ഇവന്റെ പേരിലേക്ക് ആ ക്ലബിന്റെ പത്രം എല്ലാം ചേഞ്ച് ചെയ്യും. അതിനുശേഷം ചെന്നി നേരെ ജോലിക്ക് ചേരുന്നത് മാജിൻ വർക്ക് ചെയ്യുന്ന ആ സ്ഥലത്താണ്. കാരണം ഇതിനുമ്പ് ആ സംഘിനാണ് കുറെ പ്രാവശ്യം ഇവനോട് അയാളുടെ ഓഫീസിൽ വർക്ക് ചെയ്യാൻ വേണ്ടി ചോദിച്ചാണ്. പക്ഷെ ഇത്തവണ ആ മാജിങ് അവിടെ വർക്ക് ചെയ്യാന്ന് മനസ്സിലാക്കി അവളുടെ സേഫ്റ്റിക്ക് വേണ്ടി അവിടെ വർക്ക് ചെയ്യാൻ തീരുമാനിച്ചേക്കുക. അതുകൊണ്ട് ഇവനെ കണ്ട് അവൾക്കും മറ്റേ സെന്നിയക്കെല്ലാം ഭയങ്കര ഷോക്കായിരിക്കും. കാരണം ഇവരുടെ ടീമിനെ നോക്കുന്ന ഒരു മാനേജർ പോസ്റ്റിലാണ് അവനിപ്പോൾ ഉള്ളത്. അങ്ങനെ അതിനുശേഷം പുറത്ത് വെച്ച് മാജിങ് ആണ് പെട്ടെന്ന് എന്തോ ഇവൻ ഈ കമ്പനിയിൽ ജോയിൻ ആയെന്ന് ചോദിക്കുമ്പം അവനും ഇവളൊന്ന് സർപ്രൈസ് ചെയ്യാൻ വേണ്ടി അവൻ ഇവിടെ തന്നെ ജോയിൻ ആയതാന്ന് പറയും. അതുകൊണ്ട് തന്നെ അവളും കുറെ സർപ്രൈസ് ആയെന്ന് പറഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയിട്ട് അവനോട് ഇത്രയും ദിവസം ക്ലബ്ബിൽ വന്ന് അങ്ങനെ ചോദിച്ചപ്പോഴൊന്നും സമ്മതം കൊടുക്കാതെ ഇപ്പം മാത്രം എന്തിനാ ആ കമ്പനി ഒന്ന് ജോലി ചെയ്യാൻ തീരുമാനിച്ചെന്ന് ചോദിക്കുമ്പോൾ അവൻ ഇവളുടെ എക്സ് ബോയ് ഫ്രണ്ട് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഇവൻ ഇവിടുന്ന് സമാധാനം കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് അതുകൊണ്ട് തന്നെ ഇപ്പൊ ആ കമ്പനി ചേരാൻ തീരുമാനിച്ചെന്ന് പറയും. അതിനുശേഷം അടുത്ത ദിവസം അവൻ ഇവളെ കമ്പനി ഒന്ന് ഡ്രോപ്പ് ചെയ്യുമ്പോൾ അവളാണ് ഇവനെ കാണാൻ ഭയങ്കര ഹാൻസം ആണെന്ന് പറഞ്ഞ് അവന്റെ അടുത്തേക്ക് ഇങ്ങനെ വരും. അപ്പോഴാണ് അവനും ഇവൾ കിസ് ചെയ്യാനായിരിക്കും ഉദ്ദേശിച്ചെന്ന് പറഞ്ഞ് പതി ഉമ്മ വയ്ക്കാൻ വേണ്ടി വരുമ്പോൾ തന്നെ അവൾ ഇനി കളിയാക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. അതുകൊണ്ട് തന്നെ അവൾ നാറ്റിച്ചോന്ന് പറഞ്ഞിട്ട് അവനങ്ങ് സൈലന്റ് ആകും. ഇതേസമയം ചെന്നി അവിടെ ജോലിക്ക് ചേരാനുള്ള കാരണം തന്നെ മാജിങ്ങിന്റെ സേഫ്റ്റി ഓർത്തിട്ട് മാത്രമാണ്. എന്നിട്ട് മാജിങ് ആണ് അവൾ ഈ കമ്പനി ചെയ്യുന്ന ഡെലിവറിയൊക്കെ കറക്റ്റ് കണക്കിലുണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി അവളെ ഫോളോ ചെയ്തു പോകും. അപ്പോഴാണ് ഇവൾ അറിയാൻ വരുന്ന ഡെലിവറി കൊണ്ടുവന്ന വണ്ടികളെല്ലാം ഒരു സ്ഥലത്ത് വെച്ച് നമ്പർ പ്ലേറ്റ് ഒക്കെ മാറ്റി കൊണ്ടുവന്ന കാര്യം. അങ്ങനെ അതൊക്കെ അവളെ റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ അവിടേക്ക് വരുന്ന ചെന്നിയും ഇവൾ എന്തോ കാണിക്കുന്നു പറഞ്ഞിട്ട് അവളുടെ ക്യാമറ വാങ്ങിച്ചിരിക്കും. അങ്ങനെ ഇതുമായിട്ട് ഇവിടെ നിൽക്കുവാണ്. ഇവൾക്ക് മൊത്തത്തിൽ പ്രശ്നമെന്ന് അറിയുമ്പം അവളും ഇവനിപ്പോ ബോയ് ഫ്രണ്ട് ആയിട്ടാണോ അല്ല ഇവർക്ക് സപ്പോർട്ടായിട്ടാണോ അവൻ തടയുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും ആരെങ്കിലും കണ്ട പ്രശ്നമെന്ന് പറഞ്ഞ് തൽക്കാലം ഇവള് കുറച്ച് ദിവസത്തേക്ക് പുറത്തേക്കൊന്ന് ഇറങ്ങണ്ടെന്ന് പറഞ്ഞ് അവളെ പറഞ്ഞേക്കുമ്പം അവളാണ് അവനും കൂടെ വിളിച്ചുകൊണ്ട് അവിടെ
നിന്ന് പോകും. അപ്പോഴാണ് ഇവരുടെ ശബ്ദം കേട്ട് ഒരുത്തൻ വന്ന് അങ്ങോട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കും. കാരണം അവന് സംശയമായി ഇപ്പൊ ആരും ഇവിടെയൊക്കെ ഒന്ന് നോട്ടം ഇട്ടിട്ട് പോയെന്ന്. അപ്പോഴാണ് ഇത് മനസ്സിലാക്കുന്ന മാജിങ്ങും പെട്ടെന്ന് അവിടുത്തെ കാറിൽ കയറിയിരുന്ന് ഇവനെയും കിസ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ അതുകൊണ്ട് അവിടെ വരുന്ന മറ്റവനും ഇവരുടെ മെയിൻ റൊമാൻസ് ചെയ്യുന്നുണ്ട്. അവൻ ആരും വന്നാണത്തില്ലെന്ന് വിചാരിച്ച് അവിടെ നിന്ന് പോകും. അങ്ങനെ അവരൊക്കെ പോയതിനു ശേഷം ഇവിടെ ചെന്നിയും എന്തോ സംഭവിച്ചെന്ന് പറഞ്ഞ് അവളെ നോയിക്കൊണ്ടിരിക്കുമ്പം അവൾ അവനെ കടിച്ചു വെച്ചിട്ട് ഇപ്പൊ ഒരു ബോയ് ഫ്രണ്ടായിട്ട് ഇവൾ തടഞ്ഞാണെങ്കിൽ എങ്കിൽ പിന്നെ കുറച്ച് ഓവറായി പോയെന്ന് പറഞ്ഞ് ഇത് അവളുടെ ജോലിയാന്ന് പറയും. അതിനുശേഷം അവനും എങ്കിൽ പിന്നെ ഇപ്പൊ അവിടെ വീട്ടിലേക്കാണെന്ന് പറഞ്ഞ് അവളെ വിളിക്കുമ്പം അവളാണ് ഇവനല്ലേ കുറച്ച് ദിവസം പുറത്തിറങ്ങണ്ടെന്ന് പറഞ്ഞ് അതുകൊണ്ട് ഇവൾ എന്തിനെ വീട്ടിൽ ഒരെണ്ണം ചോദിക്കും. അപ്പോഴാണ് അവനും ഇത്രയൊക്കെ സംഭവിച്ചതിന് ശേഷം ഇനി പുറത്തു നിന്നിട്ട് എന്ത് ചെയ്യാനാ, നീ വീട്ടിൽ തന്നെ വാ എന്നിട്ട് അവൻ വിളിക്കുമ്പോൾ തന്നെ അവളും ഇപ്പൊ ബിസിനസ്സുകാരിയായിട്ട് അവൾക്കൊരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് അവനെ അങ്ങ് പുറത്താക്കും. പിന്നീട് അവൻ മനസ്സില്ലാതെ ഇവളുടെ പുറകെ തന്നെ ഫോളോ ചെയ്ത് വന്നിട്ട് അവർ അപ്രത്യക്ഷമായിട്ട് കണ്ടുമുട്ടുന്ന പോലെ അവനിപ്പോ കണ്ടുമുട്ടും. അതുകൊണ്ട് തന്നെ അവനും മാജിങ്ങിനെ അവനായിട്ട് കണ്ടിട്ട് ഇതായിരുന്നു ബിസിനസ് മീറ്റിംഗ് എന്ന് പറഞ്ഞ് ഇപ്പൊ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ കൊണ്ടാക്കാന്ന് പറയുമ്പം സെന്നെയാണ് ഇവർക്ക് ഇനിയും ബിസിനസ്സുകാരായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകും. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് കൂട്ടുകാരന്റെ കല്യാണം നടക്കും. അങ്ങനെ അതിന് ഇവരെല്ലാം അവിടെ ചെന്ന് ഗ്രാൻഡായിട്ട് ആ കല്യാണം നടത്തി കൊടുക്കും. അങ്ങനെ അതോടെ നമ്മൾ ഇടുന്നത് എപ്പിസോഡ് എടുത്തിരുന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് നാളെ കാണാം.